ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് ആദ്യം വന്ന വിസ്ഡം എന്ന് പറയുന്ന സംഘടന, പിന്നാലെ സമസ്ത മുതൽ എതിരഭിപ്രായം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വരെയുള്ള ആളുകൾ, ഇവരുടെ പ്രസ്താവനകൾ, ഇതെല്ലാം അപ്പുറത്ത് ചില വ്ളോഗർമാരൊക്കെ ഈ പറയുന്ന സംഘടനകളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരന്തരം സംസാരിക്കുന്ന വ്ളോഗർമാരൊക്കെ ഉയർത്തുന്ന ചില വാദങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ ചർച്ചകൾ ഇതെല്ലാം ഇങ്ങനെ സജീവമാണ്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊന്ന് നോക്കുക. എന്താണ് പറയുന്നത്? അല്പവസ്ത്രം ധരിക്കുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലരുന്നു, അതുപോലെ ഇതിൻ്റെ സാമൂഹ്യമായ ദൂഷ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തണം, സൂംബ ഒരു രീതിയിലും എങ്ങനെയാണത് ഈ ലഹരിക്കൊക്കെ അത് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തണം എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇവർ ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ഇതിനെ എതിർക്കുന്നത് മതപരമായ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. അതായത് മതമാണ് പ്രശ്നം എന്ന് തുറന്നു പറയാനുള്ള ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു എന്താണെന്ന് പറയുക, ഒരു ധാർമ്മികമായിട്ടൊക്കെയുള്ള ഇവരുടെ വാക്കിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു സത്യസന്ധത ഇവർ കാണിക്കുന്നില്ല എന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം. അതായത് ഞങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം ഞങ്ങൾക്ക് സംഗീതം പറ്റില്ല, അതല്ലെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം വളരേണ്ട ആളാണ് എൻ്റെ കുട്ടി, അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിയെ ഇത്തരം ഒരു പരിപാടിക്ക് അയക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള നിലയ്ക്ക് ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം. ഇത് കേവലം ഇസ്ലാമിസ്റ്റുകൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന RSS നേതൃത്വത്തിലുള്ള ഭരണകൂടം, അവരും ഈ പറയുന്ന ഞങ്ങൾ പശുവിനെ ആരാധിക്കുന്നത് മാതാവായാണ്, അതുകൊണ്ട് തന്നെ പശുവിൻ്റെ ചാണകം ഞങ്ങൾ അതിനെ ദിവ്യവസ്തുവായി കാണുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ചാണകത്തിൻ്റെ ഔഷധ വശങ്ങൾ, ചാണകം എങ്ങനെയാണ് ക്യാൻസർ മാറ്റുക, ഗോമൂത്രം കുടിച്ചാൽ എങ്ങനെയാണ് അൾസർ ഇല്ലാതാവുക എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ വിചിത്രമായ ശാസ്ത്രീയമായ വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. ഇത് മതത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു സർവൈവൽ ടാക്ടിക്സ് ആണ്, പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ കുറേയൊക്കെ സത്യസന്ധത കാണിക്കുന്നത്, കുറേയൊന്നല്ല ഏറെ സത്യസന്ധത കാണിക്കുന്നത് പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ, ചില ഈ പ്രാർത്ഥന നടത്തി അസുഖം മാറ്റുന്ന പോലുള്ള ആളുകൾ, അവരാണ് ഇതിൽ അല്പമെങ്കിലും സത്യസന്ധത കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്താണ്? ഞങ്ങൾ കരുതുന്നത് ദൈവമാണ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, അസുഖങ്ങൾ തരുന്നത് എന്നാണ്. അതിൽ നിന്ന് മുക്തി നൽകാനും ദൈവത്തിന് മാത്രമേ കഴിയൂ, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ഈ വാദത്തിലേക്ക് വരാം. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ഓരോ ഇടങ്ങളിലും സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നൊക്കെ തുടങ്ങി പല വിധത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് മതം തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് ജനറൽ ന്യൂട്രൽ യൂണിഫോം ആയാലും അതല്ല വീടുകളിലെ പ്രസവമായാൽ പോലും ഇതിനെല്ലാം ദൈവികമായ മതപരമായ കാരണങ്ങളില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ വ്യക്തിഗത ചോയ്സ് ഒക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഉണ്ടായ പർദ്ദയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നോക്കുക. അത് ഞങ്ങളുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ധരിക്കാതിരിക്കാൻ കഴിയില്ല. മതം പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെയുള്ള ഭരണഘടന നിലവിൽ അനുവാദം നൽകുന്നുണ്ട് എന്ന ഒരു വാദം മുന്നോട്ട് വെച്ചാൽ അത് ഫെയർ ആണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ശരികേടുകളെക്കുറിച്ചുള്ള വാദങ്ങൾ, അതിൻ്റെ ശരികേടുകളെക്കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ നമുക്ക് വേറെ നടത്താം. എന്നാൽ ഇവരിവിടെ ചെയ്യുന്നത് എന്താണ്? പർദ്ദ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ചോയ്സ് ആണെന്നാണ് പറയുന്നത്. ഒരിക്കലും ചോയ്സ് അല്ല. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വസ്ത്രം ചോയ്സ് അല്ല, മറിച്ച് നിർബന്ധമാണ്. ഇത്തരത്തിൽ മതത്തിൻ്റെ അങ്ങനെ സംസാരിക്കുമ്പോൾ മതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, മതത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ച പൊതുസമൂഹത്തിലേക്ക് എത്തും എന്നുള്ളത് ഇവർക്കറിയാം. അതിനെ വളരെ ഭംഗിയായി മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടാക്ടിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് മറ്റൊരു വശത്ത് സംഭവിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അതായത് മതം എങ്ങനെയാണ് ഇതിലെല്ലാം ഇടപെടുന്നത്, മതം എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കോറായിട്ടുള്ള യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാതിരിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു ഒളിച്ചു കടത്തലാണ് എന്ന് തന്നെ പറയേണ്ടി വരും.
ഇതിൽ ഇനി ഫേസ്ബുക്കിലൊക്കെ ചിലർ ഇവിടെ ഈ ദേശീയഗാനം ആലപിക്കാതിരിക്കാൻ വേണ്ടി യഹോവ സാക്ഷികളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ ആർഗ്യുമെന്റ്സിനെ കുറിച്ചെല്ലാം ചില ഇസ്ലാമിസ്റ്റുകൾ തന്നെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തി കണ്ടു. ശരിയാണ്, അവരെന്തുകൊണ്ടാണ് അത് ആലപിക്കാതിരിക്കുന്നത്? അത് അവർ ചോയ്സോ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെയാണ് അതിന് ഒരു നിയമപരമായ കാരണങ്ങളെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നത് അവർക്ക് അത്തരത്തിൽ ഒരു ദേശത്തെയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു രൂപങ്ങളെയൊന്നും ആരാധിക്കാൻ അവരുടെ മതപരമായ കാരണങ്ങൾ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഇവർക്ക് പറയാവുന്നതാണ്, ഞങ്ങളുടെ മതപരമായ കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ വേദിയിൽ കയറുന്നത് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല, മതപരമായ കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല, മതപരമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സംഗീതം പറ്റില്ല എന്ന് തുറന്ന് പറയുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടിരുന്ന കാര്യം. എന്നാൽ ഇവർ ഇപ്പോഴും ഇതിങ്ങനെ മൂടിവെച്ച് വ്യക്തി സ്വാതന്ത്ര്യം, പഠനം, സാമൂഹ്യാഘാതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രസകരമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മതത്തിൻ്റെ തന്നെ ഒരു സർവൈവൽ ടാക്ടിക്സ് ആണ്. കാരണം കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഒരു വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാറകളെ ആരാധിക്കുക, കുന്നുകളെ ആരാധിക്കുക, പ്രാദേശിക ദൈവങ്ങൾ ഉണ്ടാവുക, അവയെ ആരാധിക്കുക, ഇതൊക്കെ നിലനിന്ന് പോന്നിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ ഭൂമി. അതിൽ ഇന്ന് ബാക്കിയായിട്ടുള്ളത് എത്ര മതങ്ങളാണ്? സമീപകാലത്ത്, അതായത് ഒരു 2000-3000 വർഷത്തിനുള്ളിൽ നിലനിൽക്കുന്ന ചില മതങ്ങൾ, ഇനി അതല്ലെങ്കിൽ പഴയ മതങ്ങളുടെ നവീകരിച്ച പതിപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ നിലവിലുള്ള മതങ്ങളും ദൈവങ്ങളുടെയൊക്കെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടനയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അത് സ്വാഭാവികമായും ഉണ്ടാവുക തന്നെ ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു ഭൗതികമായ വികാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായി വരുന്നതാണ്. അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടാക്ടിക്സുകൾ ഇവർ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ താലിബാനൊക്കെ മുന്നോട്ട് വെക്കുന്നതിന് സമാനമായ അല്ലെങ്കിൽ അതേ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവരും മുന്നോട്ട് വയ്ക്കുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലിബാൻ എടുത്ത നയങ്ങൾ, താലിബാൻ രൂപപ്പെടുത്തിയ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ ഉള്ളതാണ്. വീടുകൾക്ക് ജനലുകൾ വേണ്ട എന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റു മതവിഭാഗങ്ങളുമെല്ലാം ഇത്തരത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനം എവിടെയായിരിക്കും? തീർച്ചയായും ഇത്തരം വാദങ്ങൾ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ എന്നല്ല, മൊത്തത്തിൽ മനുഷ്യകുലം തന്നെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെ വലിച്ചു ദൂരെ കളയുന്ന കാലം ഏറെ വിദൂരമല്ല. അത്തരത്തിൽ മനുഷ്യകുലം തന്നെ പലതും ദൂരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.